നമ്മൾ ഇവിടെ ചെല്ലുന്നുള്ളൂ. ബാക്കി 4 പ്രസക്തിയില്ല. ഇദ്ദേഹം യാത്രയിലെ അത് ഒരു ആളിൽ നിന്ന് ഉപദേശിച്ച് കിട്ടി, രാജാവിനെ ഉപദേശിച്ച് കിട്ടി. അവിടെ നിന്ന് ഉപദേശിച്ച് കിട്ടി. അപ്പൊ ഇനി ഇദ്ദേഹം അത് വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തോടുകൂടി വേണം. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് മൂല ഗായത്രി മന്ത്രം എങ്ങനെയാണ് ഉണ്ടായതെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും ഞാൻ ഈ രണ്ടാമത്തെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാമിത്രന് എങ്ങനെയാണ് ഈ മന്ത്രം കിട്ടിയത്? ഇതിനു വേണ്ടി പ്രഭഭൂമി ഗ്രഹണ്ട് വായിച്ചാൽ അതിലുണ്ടത് മനസ്സിലായില്ല. അപ്പൊ ഈ രാജർഷിമാരും ഋഷിയും രാജർഷിയും തമ്മിലുള്ള വ്യത്യാസത്തില് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സ്ട്രഗിളിങ്ങിലാണ് ഈ വിശ്വാമിത്രൻ തോറ്റു പോണത്. വിശ്വാമിത്രൻ തോറ്റ് വസിഷ്ഠൻ പ്രാധാന്യത്തിന് വന്നപ്പോ ഈ വസിഷ്ഠനെ ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ ഗായത്രി മന്ത്രം വിശ്വാമിത്രന് ദീർഘകാലം തപസ്സനുഷ്ഠിച്ചതിന് ശേഷമാണ് കിട്ടിയത്. ദീർഘകാലം, 1-2 ദിവസം, മാസം, കൊല്ലമല്ല. അപ്പൊ അത് ഈശ്വര വചനായിട്ട് തന്നെ കേൾക്കുന്ന ഇന്നർ ഇയറില് കേൾക്കുന്ന മാതിരിയാണ് വിശ്വാമിത്രന് കിട്ടിയത്. വിശ്വാമിത്രനാണ് ഇതിന്റെ പൂർണ്ണ രൂപം ഈ ലോകത്തിന് കൊടുത്തത്. പിന്നീട് വിശ്വാമിത്രത്തിന്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം വന്ന നിരവധി ആചാര്യന്മാര് ഗായത്രി മന്ത്രത്തിന് പല വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പൊ അത് മറ്റേ ഗായത്രി, മറിച്ച ഗായത്രി, അങ്ങനെ അങ്ങനെ ഓരോ 24 ദേവതകളെ കുറിച്ചും ഈ 24 അക്ഷരത്തിൽ 24 ദേവതകളെ സിംബോളിക് ആയിട്ട് പറയുന്നതാണ്. ആ 24 ദേവതകൾക്കും മന്ത്രം ഉണ്ടാക്കി പിന്നീട്. പക്ഷെ ഇതൊന്നും വിശ്വാമിത്രന്റെ പണിയല്ല. ഇതൊക്കെ പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ വന്ന് ഭരിച്ചിരുന്നതാണ്. അപ്പം ഗായത്രി മന്ത്രത്തിന് തന്നെ പല രീതിയിലുള്ള വിഭജനം വന്നു, ചെല്ലുന്ന രീതിക്കുള്ള വ്യത്യാസങ്ങൾ വന്നു. ഒരു കാലഘട്ടത്തില് ഇത് ശിഷ്യന് ഉപദേശിച്ച് കിട്ടിയാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിട്ട ഉണ്ടായിരുന്നു. ഗായത്രി മന്ത്രം കേട്ടവരുടെ ചെവിയില് ഈയം ഉരുക്കി ഒഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കാലഘട്ടത്തില് ഇതിനൊക്കെ മൂല്യച്യുതി വന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ അബദ്ധങ്ങളാണ്. യഥാർത്ഥ ഗായത്രി മന്ത്രം വേദങ്ങൾ എടുത്തു നോക്കിയോളൂ, ഇതാണ്. മനസ്സിലായില്ല? അത് എങ്ങനെ ചെല്ലണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മിനിമം 24 അക്ഷരമുള്ള ഗായത്രിയുടെ 1/3 ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ പൂർണ്ണ രൂപത്തിൽ ചെല്ലുക. ഓം അത് കഴിഞ്ഞിട്ട് ഓം സൂര്യായ നമാന്നും കൂടി നമ്മൾ ചേർക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്കിത് നിങ്ങളുടെ മകനോ മകൾക്കോ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കാം. ഇതൊന്നും വേദങ്ങളിൽ നിഷേധിക്കുന്നില്ല. നിഷേധനവും കാര്യങ്ങളും ഒക്കെ വന്നത് പിന്നീട് വന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് കുറെ ആചാര്യന്മാരെ സ്ഥാനം കൽപ്പിച്ച് ഉണ്ടാവലും ഇതിനെ സ്വന്തമാക്കി വയ്ക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കുറെ കാലഘട്ടത്തിൽ. പക്ഷെ ഇതൊക്കെ വേദപഠനങ്ങള് ഗഹനായതോടെ ആർക്കും വേദങ്ങൾ വായിച്ച് പഠിക്കാം, മനസ്സിലാക്കാം എന്നുള്ള അവസ്ഥ വന്നതോടെ ഇവരുടെ ഈ അബദ്ധ ധാരണകളൊക്കെ തെറ്റായി. മനസ്സിലായില്ല? അപ്പൊ യഥാർത്ഥ ഗായത്രി ഈ വിശ്വാമിത്രന്റെ ഗായത്രിയില് അത് മാത്രം. ബാക്കിയുള്ളതും ചെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, 24 അക്ഷരം 24 ദേവതകളെ പ്രതിനിധീകരിക്കുന്ന വിധത്തിലുണ്ടെങ്കിൽ കാര്യമുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. നിർത്താം അല്ലേ? എന്തായാലും എന്നെ ഇതുവരെ ശ്രമിച്ചതിന് നിങ്ങൾക്കൊക്കെ അത്രയധികം നന്ദി പറയുന്നു. നന്ദി. ബ്രഹ്മം ഏകമാണ്. അപ്പൊ നമ്മൾ ജന്മജന്മാന്തരങ്ങളിലൂടെ ഇതിന് ആത്മശുദ്ധി വരുത്തണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ഈ ബ്രഹ്മ നേരത്തെ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയേണ്ടത് ഈ കോസ്മോസിന്റെ ആ വലുപ്പത്തെ കുറിച്ച്. അവ ഇത്രയും കോടാനു കോടി ട്രില്യൺ കിലോമീറ്ററുകളിൽ
നമ്മുടെ ഒന്നും ഭാവനയ്ക്ക് പോലും എത്താത്ത അത്രയും ഒരു വിസ്തൃതമായൊരു ഒരു പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയിൽ എവിടെയോ ഈ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുന്ന ഈ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു. അതിന്റെ കൺട്രോളിലാണ് ഈ കൊച്ചു ഭൂമി പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ ജീവാത്മാക്കളെ ജന്മെടുക്കുന്നത്. അപ്പോൾ ബ്രഹ്മത്തിന് പറയുമ്പോൾ വേറൊരു കാര്യം ഗ്രഹിക്കാനുള്ളത്, ഈ ഓരോ കൽപ്പങ്ങളിൽ എത്രയൊക്കെയോ കോടി കൊല്ലങ്ങൾ കഴിയുമ്പോണ്ടാകുന്ന ഓരോ കൽപ്പങ്ങളിൽ ഈ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന ത്രിമൂർത്തികളാണ് നമ്മുടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ഇതില് ഇപ്പൊ ഈ ഭാഗവതം ഭഗവത്ഗീതയും അങ്ങനെയുള്ള ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ കാണാവുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് അർജുനോട് പറയും, ശ്രീപരമേശ്വരന് മഹാദേവന് കോട്ട് ചെയ്യുന്ന രംഗങ്ങൾ വരും. അപ്പൊ ഭാഗവതത്തിലൊക്കെ ഉണ്ടാവും. തന്നെയല്ല, ചിലപ്പോ ഒക്കെ മഹാവിഷ്ണു ബ്രഹ്മാവും കൂടിയിട്ട് കൈലാസത്തിൽ പോയിട്ട് പരമശിവനെ കാണുന്നു എന്ന് പറയും. അങ്ങനത്തെ നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഈ ആ ലെവലിൽ നോക്കുമ്പോൾ അന്ന് നേരെ പിടിച്ച് ചില സ്ഥലത്ത് നാരായണൻ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ തന്നെയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ശിവൻ, പരമശിവന്റെ രൂപവും ശ്രീനാരായണന്റെ രൂപവും ബ്രഹ്മാവിന്റെ രൂപവും ഇതൊക്കെ ഞാൻ തന്നെയാണ്. എന്നിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്, എന്നിൽ നിന്ന് എന്നിലേക്ക് തന്നെയാണ് ഇതൊക്കെ വന്നു ചേരുന്നത് എന്നൊക്കെ ഓരോ ഘട്ടങ്ങളിലും പറയും. ഈ കൺഫ്യൂഷൻ വരുന്ന പല പ്രശ്നങ്ങളും വരുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്നാണെന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തന്മാരെ ധരിക്കേണ്ട ഒരു വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു 3 ഡയമെൻഷൻ ലുക്കാണ്. ശിവലിംഗം എന്ന് പറഞ്ഞൊരു ശിവലിംഗം വയ്ക്കുക, അല്ലെങ്കിൽ നാരായണന്റെ രൂപം, അപ്പുറത്ത് ബ്രഹ്മാവ്, ഇപ്പുറത്ത് ശിവൻ, അങ്ങനെ അതാ 3 രൂപം വയ്ക്കുക. ഈ 3 രൂപത്തില് നമ്മൾ ഡയമെൻഷൻ മാറ്റി പിടിച്ചാൽ വേറെ രൂപമാവും, വേറെ ഡയമെൻഷൻ പിടിച്ചാൽ വേറെ രൂപം. അപ്പൊ നമ്മൾ 3 ഡയമെൻഷൻ ചിത്രങ്ങൾ, ഫോട്ടോ ഈ കടകളിൽ നിന്നൊക്കെ പഠിക്കാൻ കിട്ടും. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ശിവനാവും, ഒന്ന് ചിരിച്ചാൽ പാർവതിയാവും, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ ഹനുമാനാവും, അങ്ങനെ കണ്ടിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഈ ത്രിമാന കൺസെപ്റ്റാണ് ശരിക്കും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. അപ്പൊ വിരാടിന്റെ ഒറിജിനൽ രൂപം, വിരാട് എന്ന് പറയുന്നത് നാരായണൻ തന്നെയാണ് എന്ന് പറയുമ്പോഴും, അതല്ല അത് പരമശിവനാണ് എന്ന് പറയുമ്പോഴും, അതല്ല അത് ബ്രഹ്മാവിന്റെ പിന്നെ റെഫറൻസ് കുറവാണ്. ഇതൊന്നുമില്ല, മൂലപ്രകൃതി ജഗദാംബിക ദേവി ആണ് എന്ന് പറയുമ്പോഴും നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷന്റെ കാരണം ഇതാണ്. യഥാർത്ഥത്തില് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ സൂപ്പർ നാച്ചുറൽ പവർ, അതിന്റെ ഭിന്ന 3 രൂപങ്ങളാണ് ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. ഒരേ പവറിന്റെ തന്നെ പല ഡയമെൻഷനിലുള്ള രൂപങ്ങളാണ്. ഇതില് ബ്രഹ്മാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല. അപൂർവമായിട്ടേ ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങൾ അതിന്റെ ഫുള്ളായിട്ടുള്ള രൂപത്തിലുള്ളൂ. പുഷ്കറിലെ, രാജസ്ഥാനിലെ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ആ പുഷ്കറിലെ തടാകം വളരെ അത്ഭുത സിദ്ധിയും ഫേമസും ആയിട്ടുള്ള തടാകമാണ്. ഈ തടാകത്തിൽ കുളിച്ചിട്ടാണ് ഔറംഗസീബ് വൃദ്ധനായത്. ആ ചരിത്രമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഔറംഗസീബ് നന്ന ചെറുപ്പത്തില് വൃദ്ധനായി പോയി. അത് മുഗൾ ചരിത്രം പറയുന്നുണ്ട്. ഈ ഷാജഹാന്റെ മക്കള് അന്യോന്യം കലഹിച്ച് ചേട്ടനെയും
അനിയനെയൊക്കെ കൊന്നൊടുക്കി ഭ്രാന്ത് പിടിപ്പിച്ചിട്ടാണ് ഈ ഔറംഗസീബ് ചരിത്രത്തിൽ പറയുന്നുണ്ട് അധികാരത്തിൽ വന്നത്. അപ്പൊ ആ യങ് ഏജില് ഔറംഗസീബ് 4ാമത്തെ ആളൊക്കെ ആയിരുന്നു പുത്രന്മാരിൽ. ബാക്കിയുള്ളവരൊക്കെ കൊന്നു വിഷം കൊടുത്ത് ഇതൊക്കെ ആക്കിയിട്ടും ഇദ്ദേഹം രാജാവായിട്ട് പുഷ്കർ അജ്മീർ പിടിച്ചതിന് ശേഷം രജപുത്രന്മാരെ കീഴടക്കിയിട്ട് അജ്മീറിലേക്ക് ചെല്ലുമ്പോൾ, അജ്മീർ കഴിഞ്ഞിട്ട് പുഷ്കറിലെത്തിയപ്പോൾ അന്ന് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ആ തടാകത്തിലും മുങ്ങിയതാണ്. അപ്പൊ ഈ തടാകത്തിലും ഹിന്ദുക്കൾ മുങ്ങരുത് എന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിമാരൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹം അത് കൂസാതെ അതിൽ മുങ്ങി പെട്ടെന്ന് ഔറംഗസീബ് വൃദ്ധനായെന്നാണ്. ഔറംഗസീബ് മരിക്കുന്ന വരെ രൂപമാണ്. ചരിത്രകാരന്മാരും അന്നത്തെ കാലത്തുള്ള സഞ്ചാരികളും ഒക്കെ രൂപപ്പെടുത്തിയിരുന്നത് ഔറംഗസീബിന്റെ ഒരു വൃദ്ധരൂപമാണ്. ഇത് ഈ പുഷ്കറിലെ തടാകം. അതുകൊണ്ട് അന്ന് തന്നെ പുഷ്കറിന് മടങ്ങി വരും. പുഷ്കർ കീഴടക്കാനുള്ള ശ്രമം മുഴുവൻ ഉപേക്ഷിച്ച് കപ്പം പോലും കീഴടക്കാതെയാണ് ഔറംഗസീബ് മടങ്ങിപ്പോയത്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ തടാകമൊക്കെ ഉള്ള സ്ഥലം അവിടെ ഇന്ന് ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പൊ ഈ ബ്രഹ്മാവിനെ പ്രതിഷ്ഠിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പ്രതിഷ്ഠകളെ ആരാധനകളെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കാനുള്ളത്, ഈ ഇദ്ദേഹം ചോദിച്ച പോയിന്റിലേക്ക് വരുമ്പോ എക്സ്പെൻഡ് എന്ന് പറയുന്നത് സാധാരണ അത്രയും ഇവരുടെയൊക്കെ തലത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ നമ്മളായിട്ട് മിങ്കിൾ ചെയ്ത്, ഇപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിന് മധുരയിൽ ബദരിനാഥിൽ നിന്ന് മധുരയിലേക്ക് വന്ന് അവതാരം വാസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ച് സാധാരണ ജനനം കൈക്കൊണ്ട് കളിച്ച് ചിരിച്ച് രാധ അങ്ങനെയുള്ള കൺസെപ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഈ ജനങ്ങളുടെ ഇടയിൽ മിങ്കിൾ ചെയ്ത് കൂട്ടുകാരുടെ കൂടെയൊക്കെ മിങ്കിൾ ചെയ്ത് കളിച്ചും വളർന്നും വിവാഹം ചെയ്തും സന്താനങ്ങളുണ്ടായി. അതുമാതിരി ഒരു മഹാഭാരത യുദ്ധം ഇതൊക്കെ കഴിഞ്ഞ് ഒരു വേടന്റെ അമ്പേറ്റ് മരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് അദ്ദേഹം സ്ഥാനാരോഹണം അവസാനിച്ചു. അപ്പൊ നമ്മൾക്ക് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതേമാതിരി തന്നെ പാർവതി പരമേശ്വരന്മാരെ ഭൂമി എന്ന് പറഞ്ഞ ഈ കൊച്ചു തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ച് ഹിമാലയത്തിലെ ഹിമാവിന്റെ മകളായിട്ട് പാർവതി പരമേശ്വരന്മാരൊക്കെ ജീവിച്ച് പാർവതി പരിണയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം ഭൂമിക്ക് വേണ്ടി തപസ്സനുഷ്ഠിച്ച് അവസാനം അദ്ദേഹത്തിന്റെ ആ സമയം വന്നപ്പോൾ അദ്ദേഹം ഈ തലം വിട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇടയിൽ ഇടപഴകി ജീവിച്ച് നമ്മുടെ വിശ്വാസം കാര്യങ്ങളൊക്കെ അത് കാരണമാണ് നമ്മളെ ഇവരെ ആരാധിക്കാൻ തയ്യാറാവുന്നത്. നേരെ കുറിച്ച് ബ്രഹ്മാവ് ഒരിക്കലും ആ തലത്തിൽ നിന്ന് താഴോട്ട് വന്നില്ല. ദേവേന്ദ്രനും വന്നില്ല. ദേവേന്ദ്രനും ഒരുപാട് പവറും കാര്യങ്ങളും അതും ഇതൊക്കെയുള്ള ദേവലോകമാണിരുന്ന ആളാണെങ്കിലും ദേവേന്ദ്രൻ ഒരിക്കലും നമ്മുടെ ഭൂമിയിൽ നിന്ന് തലത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ തലത്തിലേക്ക് വരാത്തത് കാരണം ദേവേന്ദ്രനെ നമ്മളാരും ആരാധിക്കുന്നില്ല, പൂജിക്കുന്നില്ല. അപ്പൊ ബ്രഹ്മാവിനെ, ത്രിമൂർത്തികളിൽപ്പെട്ട ബ്രഹ്മാവിനെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം ഇത്ര തന്നെയുള്ളൂ. കാരണം അത് വ്യക്തമാണ്. ആ മിംഗ്ലിംഗ് ഇല്ലാത്ത കാരണമാണ് നമുക്കത് ബാക്കി ഈ അവതാരങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മറ്റു മതക്കാരുടെ ആയാലും അത് ജീസസ് ക്രൈസ്റ്റ് ആയാലും മുഹമ്മദ് നബി ആയാലും ആ ജനങ്ങളുടെ ഇടയിൽ വന്ന് ദൈവ പ്രവാചകന്മാരായിട്ടുള്ള ഒരു പരിവേഷം ഉണ്ടായതുകൊണ്ടാണ് അവരെ നമ്മൾ ആരാധിക്കുന്നത്. അല്ലാണ്ട് വേറൊരു തലത്തിൽ നിന്നാൽ നമുക്ക് ഈ ആരാധനയ്ക്ക് നമുക്ക് പ്രസക്തി വരില്ല. അതേമാതിരി അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിത്യം നിർമുക്തം, ഇതിനെ ബാധിക്കുന്നതായിട്ടുള്ള യാതൊരു വിഷയങ്ങളുമില്ല. യഥാർത്ഥത്തിൽ ഈ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ താഴെ കിടക്കുന്ന ഒരു തുണ്ട്, ഒരു കുത്തിട്ട പോലെയുള്ള സ്ഥലത്ത് കിടക്കുന്ന ഒരു 700-750 കോടി ജനങ്ങളുടെ വികാരമാണ്. നേരെ മറിച്ച് ഇതിനേക്കാളും ഉയർന്ന ഏതൊക്കെയോ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് ഭൂമിയെക്കാട്ടിലും വിസ്താരവും ഇതൊക്കെയുള്ള ഭൂമിയെക്കാളൊക്കെ 10 കോടിയോ 100 കോടിയൊക്കെ വരെയുള്ള ഗ്രഹങ്ങളുണ്ടാവും. അവിടെ നമ്മളെക്കാട്ടിലും സിവിലൈസ്ഡ് ആയിട്ടുള്ള സംസ്കാരം പ്രാപിച്ചൊരു ജനുണ്ടാവും. അതാണ് ആ ട്രൂ കോപ്പിയാണ്, എവിടെയുള്ളതിൻ്റെ ട്രൂ കോപ്പിയാണ് നമ്മൾ എന്ന് നമ്മുടെ വേദാന്തയിൽ പറയാനുള്ള കാരണമാണ്. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ നിന്നിട്ട് നോക്കുമ്പോഴാണ്
നമുക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഈ കോൺസെപ്റ്റിൽ ഇത്രയും വ്യത്യാസം വരുന്നത്. മനസ്സിലായില്ല. നേരെ മറിച്ച് ഇപ്പൊ ഗന്ധർവലോകത്തിലുള്ളവർക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലുള്ളവർക്കോ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും വ്യത്യാസമാവാം. മനസ്സിലായി. നമ്മുടെ ഇതിൽ ഒതുങ്ങാത്തതിന്റെ നമ്മുടെ ആ ഒരു രൂപം പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ശ്രീകൃഷ്ണൻ, നാരായണൻ, പരമശിവൻ, ഗണപതി അങ്ങനെയുള്ള ഈ 30 എന്ന് പറയുന്ന ആ ഹിന്ദുമത അത് വെച്ച് നോക്കുമ്പോൾ പോലും നമുക്ക് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ സൂപ്പർ നാച്ചുറൽ പവറിന്റെ ഒരു എത്രയോ കോടി പോലെ എടുത്താൽ നമുക്ക് സാധിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ വരുന്നു, ഇതെന്താണ് ഇതിന്റെ ഇൻഫ്ലുവൻസ്, ഇതെങ്ങനെയാണ് ഈ ഭൂമി പോലെയുള്ള തലങ്ങളിൽ ഇതുമാതിരിയുള്ള വേറെ ഉണ്ടോ, അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നു, ഇവിടുത്തെ ജീവാത്മാക്കൾക്കുള്ള മാതിരിയാണോ അവിടുത്തെ ജീവാത്മാക്കൾക്ക് വരുന്നത്, അവർക്കും ഈ സാക്ഷാത്കാരമുണ്ടോ, മോക്ഷമുണ്ടോ, അവരും ബ്രഹ്മത്തിലേക്കാണോ വരാണോ, അവർ നേരിട്ടാണോ ലയിക്കുന്നത് അല്ലയോ, ഇങ്ങനെ 100 സംശയങ്ങൾ നമുക്ക് വരുന്നതിന്റെ കാരണം ഇത്രയും അപ്രാപ്യമായ രീതിയിൽ നിലകൊള്ളുന്നത് കാരണമാണ്. നിത്യം നിർമുക്തം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നശിച്ചു പോയാലും ഈ ഭൂമിയൊക്കെ അതിനൊരു കാലാവധി ഉണ്ട്, ഒരു കാലാവധി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് പാളിപ്പോകും. ഇപ്പൊ ഞാൻ ഈ 4ാമത്തെ ബുക്കിലൊരു പഠനം ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കണികാ പരീക്ഷണം സ്വിറ്റ്സർലൻഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഭൂമി വാസയോഗ്യമായ കാലഘട്ടം 450 മില്യൺ ഇയേഴ്സിന് മുമ്പ് ഈ ചുട്ടുപഴുത്ത ഗോളം എങ്ങനെ മനുഷ്യവാസം ഈ ജീവ ലോകമായി മാറി എന്നുള്ളതിനെ കുറിച്ചുള്ള ആദ്യത്തെ അന്വേഷണമാണ് ഈ കണികാ പരീക്ഷണം. അപ്പോ അത് ആവിഷ്കരിക്കാനാണ് ഈ കൊളറൈഡുകളൊക്കെ വെച്ച് അന്നത്തെ അതേ കാലഘട്ടം ആവിഷ്കരിക്കാനാണ് സയൻസ് ശ്രമിക്കുന്നത്. അപ്പോൾ പ്രകാശനേക്കാൾ വേഗം ഉണ്ട് എന്ന് പറയുന്ന വസ്തുതകളൊക്കെ വന്നു തുടങ്ങി. തന്നെയല്ല, ഒരു 5-6 മാസം മുമ്പ് വളരെ പ്രകടമായൊരു ലക്ഷണം പേപ്പറുകളിലൊക്കെ വന്ന് കണ്ടു കാണും. അതായത് കണികാപരീക്ഷണം വിജയമാണെന്നുള്ളതിന്റെ അർത്ഥം ദൈവഗണങ്ങളെ തേടിയുള്ള അന്വേഷണമാണ്. അതിന്റെ സൂചനകൾ പോസിറ്റീവാണ് എന്നുള്ള സൂചന നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ബ്രഹ്മം എന്ന് പറയുന്ന സൂപ്പർ നാച്ചുറൽ പവറിനെ ആസ്പദമാക്കിയാണ്. അപ്പൊ നമ്മൾ വരുന്നു, അവിടെ നിന്ന് വരുന്നു, കുറെ കാലം ഓരോ തലങ്ങളിൽ തങ്ങുന്നു, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പൊ അത് നിത്യമാണ്, ബാക്കിയുള്ളതൊന്നും നിത്യമല്ല. ഭൂമി ഇപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കണികാ പരീക്ഷണം ഈ നിലയിൽ തുടർന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഈ അന്തരീക്ഷത്തിൽ തമോഗർത്തങ്ങൾ രൂപപ്പെട്ടേക്കാം. അങ്ങനെയുള്ള തമോഗർത്തങ്ങൾ രൂപപ്പെടുമ്പോൾ നമ്മുടെ ഭൂമി അതിലേക്ക് അപ്പാടെ കുത്തി പോകും. 1, 2, 3, 4, 5 ഇത്രയും സമയമുണ്ട് എന്നവർ പറയുന്നത്. ഭൂമി എന്ന് പറഞ്ഞ സ്ഥാനം പിന്നെ ഉണ്ടാവില്ല. ആ ഭാഗത്ത് ശൂന്യം, വലിയൊരു ശൂന്യം മാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഈ 700-750 കോടി ജനങ്ങൾക്ക് വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കാം. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ തിയറി നമ്മൾ ആലോചിച്ച് നോക്കാം. ഒരു സ്പ്ലാഷ് സെക്കൻഡിലാണ് നമ്മളൊക്കെ ഈ ഭൂമി വിട്ടു പോകുന്നതെങ്കിൽ പോലും ആ കണങ്ങള്, ആ ജീവാത്മാക്കളായിട്ട് വരുന്ന സൂക്ഷ്മ ശരീരം വരുന്ന സാധനം, ആ ശരീരങ്ങള്, ബോഡി ഇല്ലാത്ത ആ ശരീരം, അതൊക്കെ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ തന്നെ ഈ ബ്രഹ്മത്തിലേക്കുണ്ടാവും. മനസ്സിലായി. അപ്പൊ ഇതിനൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു സെക്കൻഡ് പോലും വേണ്ട. അപ്പൊ ഈ ഭൂമി തന്നെയല്ല, മറ്റു ഗ്രഹങ്ങളോ എല്ലാ തരത്തിലുള്ള ഗ്രഹങ്ങളും ഈ ആകർഷണ വലയങ്ങളും കോൺസ്റ്റലേഷനും ഗാലക്സികളും ഒക്കെ നാശം വന്നാലും ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ സൂപ്പർ നാച്ചുറൽ പവറിന് നാശം ഉണ്ടാവുന്നില്ല. മനസ്സിലായി. അപ്പൊ അതിൽ ലയിക്കുക എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെയാണ് പിന്നെയും ഉത്ഭവം വരുന്നത്. ജീവാത്മാക്കളുടെ ഈ കണങ്ങളുടെ ഈ കോമ്പിനേഷൻ, ഈ അപാരമായ ഈ കോമ്പിനേഷൻ, ഈ കൂമ്പാരം, ഇതിൽ നിന്ന് തന്നെയാണ് ഈ സ്ഫുരണങ്ങൾ വഴി ജീവാത്മാക്കള് വരുന്നത്. അപ്പൊ അതിൽ പോയി ലയിച്ചു എന്നുള്ളത് കൊണ്ട്
നമ്മളത് ലയിച്ചു ചേർന്നു എന്നല്ലാതെ മറ്റേതിന് വ്യത്യാസം വരുന്നില്ല. അതാ നിത്യം നിർമുക്തം നിത്യവിലയം എന്നുള്ള മാതിരി തന്നെ നിൽക്കുകയാണ്. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂണിൽ ലേശം വെള്ളം, ഒരു സ്പൂണ് വെള്ളം എടുത്താൽ ഫിസിക്കലായിട്ട് അവിടെ ഒരു കുറവുണ്ട് ഇല്ലേ? പക്ഷെ ഒരു സ്പൂണിന്റെ കുറവൊന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതേമാതിരി തന്നെ അപാരമായി കിടക്കുന്ന ഒരു ഡെസർട്ടിൽ നിന്ന് ഒരു പിടി മണലെടുത്താലും ആ കുറവോടെ വരണം ശരിക്കും. പക്ഷെ ഫിസിക്കലി ആ കുറവ് നമുക്ക് ബോധ്യപ്പെട്ടില്ല. മനസ്സിലായി? അപ്പൊ നമ്മൾ ജീവാത്മാക്കൾക്ക് ജന്മങ്ങൾ മാറി 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 എടുത്ത്, ഇപ്പൊ ഈ കാൾ സാഗൻ എന്ന് പറഞ്ഞ അമേരിക്കൻ സയന്റിസ്റ്റിന്റെ ഒക്കെ പഠനങ്ങൾ കാണുന്നത് 1,00,000 ജന്മെടുത്ത ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട് അവര്, ആ സംഘം. 1,00,000 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളുടെ ശരാശരി വയസ്സ് 70 എന്നൊക്കെയാണ്. അപ്പൊ 70 ഇൻറ്റു പെരുക്കി വയ്ക്കാൻ നമുക്കറിയാം 1,00,000 ജന്മെടുക്കുന്ന എത്ര വർഷം വേണം. അപ്പൊ 450 മില്യൺ ഇയേഴ്സ് മുമ്പ് ഭൂമി വാസയോഗ്യമാക്കി മാറ്റി എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് കണക്കൂട്ടിയാൽ കിട്ടും, ഈസിലി കിട്ടും എത്ര ജന്മങ്ങൾ എടുത്തു. അപ്പൊ ഭൂമി ഒരു കാര്യം എപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഭൂമി ഫൈനലല്ല. ഇതിന്റെ ഇടയിലുള്ളൊരു ഫ്രാക്ഷനിലുള്ളൊരു ഫ്രാക്ഷൻ സെക്കൻഡിലുള്ളൊരു സ്ഥലമാണ്. ഈ സമയം, മിനിറ്റ്, മണിക്കൂർ, ദിവസം, കൊല്ലം, ഇതൊക്കെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഉള്ളിൽ മാത്രമേ ബാധകമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ IST ഇല്ല, GMT ഇല്ല, യാതൊന്നുമില്ല. പിന്നെ മുഴുവനും അനന്തത, നമുക്കത് നിർവചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ കാലം എന്ന് പറയുന്ന ഒരു ചെറിയ കുടുക്കിന്റെ ഉള്ളിൽ നമ്മളാണ് പെട്ടുകിടക്കുന്നത്. സാക്ഷാൽ കുടുംബത്തിന് കാലമില്ല, ടൈമില്ല, ഇതില്ല. അതൊന്നും ഉത്ഭവിക്കുന്നതിനും മയിലേക്ക് വന്ന് വിലയിക്കുന്നതിനും സമുദ്രത്തിലേക്ക് 100 കണക്കിന് ഉപനിഷത്തുകാർ പറയും, 100 കണക്കിന് നദികള് സമുദ്രത്തിൽ വന്ന് ലയിക്കുന്നുണ്ട്. ഗംഗ, കാവേരി, മറ്റൊക്കെ ഉണ്ട്, പമ്പ ഒക്കെ ഉണ്ടൊക്കെ, അല്ലെങ്കിൽ മിസൂറി, മിസിസിപ്പി. അവിടുന്ന് വരുമ്പോൾ അതിനൊക്കെ പേരുണ്ട്. ഗംഗ വന്നു, അല്ലെങ്കിൽ യമുന വന്നു, മിസോറി വന്നു, മിസിസിപ്പി വന്നു, ഇതൊക്കെ വന്ന് സമുദ്രത്തിൽ ലയിക്കുന്നു. ലയിച്ചു കഴിഞ്ഞാൽ ഗംഗയില്ല, കാവേരി ഇല്ല, മിസോറി ഇല്ല, മിസിസിപ്പി ഇല്ല, യാതൊന്നുമില്ല, ഒക്കെ ഒന്നായി. അപ്പൊ അതാണ് ഈ ബ്രഹ്മത്തിനെ ശരിക്ക് നിർവചിക്കുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. ആപൂര്യമാണാമജലപ്രതിഷ്ഠം സമുദ്രമാവാ പ്രവിശന്തി യദ്വൽ തദ്വൽ കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. ഒരു സമുദ്രത്തിനോടാണ് ഈ സൂപ്പർനാച്ചുറൽ പവറിനെ ഉപമിച്ചിരിക്കുന്നത്. ആപൂര്യമാണാമജലപ്രതിഷ്ഠം സമുദ്രമാവാ പ്രവിശന്തി യദ്വൽ. അപ്പൊ ആ സമുദ്രത്തിലേക്ക് ഒരു അപാരമായ, അചഞ്ചലമായ, എത്ര വെള്ളം വന്നാലും, എത്ര നദികളിലെ വെള്ളം വന്നാലും, വെള്ളപ്പൊക്കം ഉണ്ടായാലും, എത്ര ഓവർഫ്ലോ ഉണ്ടായാലും സമുദ്രം 2 കൈ നീട്ടി സ്വീകരിക്കുന്നു ജലം. ഇവിടെ സ്ഥലമില്ല, തിരിച്ചു പോകണമെന്നുണ്ട് വിടണമെന്നില്ലല്ലോ. ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള നദികളിൽ നിന്നുള്ള വെള്ളവും മഴവെള്ളവും അതിവൃഷ്ടി ഒക്കെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അപ്പൊ അതേമാതിരി ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളായ എല്ലാ കാര്യങ്ങളും ഒരു പുരുഷാർത്ഥത്തില് ഈ 4 എണ്ണമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4 വാട്ട് എവർ ഐ ഗിവ്, ഞാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഗ്ലാഡ്ഫുള്ളി, സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. ധർമ്മയാലും, അർത്ഥായാലും, കാമായാലും, മോക്ഷയായാലും. ഞാൻ എന്താണ് തരുന്നത് വെച്ചാൽ അത് 2 കൈ നീട്ടി. എങ്ങനെ? ഈ സമുദ്രം ഈ നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന വെള്ളം സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുക. അങ്ങോട്ട് കവർന്ന് എടുക്കരുത്. മനസ്സിലായ? അപ്പൊ അതാണ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നതിന്റെ കാരണം. നമ്മൾ ഈ ഭൂമിയെ വെച്ച് അളക്കരുത് ബ്രഹ്മത്തെ. അത് അത്രയും മൈന്യൂട്ടാണ്. മനസ്സിലായി? അപ്പൊ ഈ ജീവാത്മാക്കളായാലും മറ്റിതാക്കളായാലും എന്തൊക്കെയായാലും അതിൽ വന്ന് ലയിക്കുന്നതും അതിൽ നിന്ന് വീണ്ടും ഉത്ഭവിക്കുന്നതും ഇങ്ങനെ വരുന്ന ആ ശക്തിയെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല.
അതാ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിത്യം നിർമുക്തം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാണ്. ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ജന്മങ്ങൾ മാറിയെടുത്ത് ഒരിക്കൽ ഈ സാക്ഷാത് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. ആ തിയറിക്ക് ഇന്നും ചാലഞ്ചില്ല. സയൻസിന് പോലും ചാലഞ്ചില്ല. എവിടുന്നാണോ ഉത്ഭവിച്ചത് അവിടേക്ക് തന്നെ പോയി തിരിച്ച് ലയിക്കുന്നതാണ്. അപ്പൊ ഭൂമി മാത്രം ഒരളവ് പോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ സൂപ്പർനാച്ചുറൽ ശക്തികളെ അളക്കാനോ ഉൾക്കൊള്ളാനോ ഡിഫൈൻ ചെയ്യാനോ നിർവചിക്കാനോ ഇസ് വെരി ഡിഫിക്കൽട്ട്. പോയിട്ട് മനസ്സിലായി? അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും. അതിന്റെ ഒരു 7 അയലത്തല്ല, 1000 അല്ല, എത്ര കോടി. ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെക്കാളും വലിപ്പമുള്ള, നമ്മുടെ സൂര്യനേക്കാളും വലിപ്പമുള്ള 10,000 കണക്കിന് സൂര്യന്മാരുണ്ട്. ഒരെണ്ണല്ല, ഇതിനേക്കാളും 10,000 ഇരട്ടി വലിപ്പമുള്ള നിരവധി സൂര്യന്മാര്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ, ഗാലക്സികൾ, നക്ഷത്രവ്യൂഹങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ ആ കോസ്മോസിന്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലത്ത് തൊട്ട് കോടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പറഞ്ഞാലും തീരില്ല. അത്രയും ആയിരിക്കണം. അപ്പൊ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതൊന്നും ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു കർത്താവില്ലാണ്ട് ഒരു കർമ്മം നടക്കില്ല എന്നുള്ള ഉറപ്പാണ്. നമ്മുടെ സയൻസിനൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഗ്രഹങ്ങള്, ഈ ഭൂമികളിലൊക്കെ 10-15 കോടി വലുപ്പമുള്ള ഗ്രഹങ്ങള് ഏതൊക്കെയോ തലങ്ങളിലുണ്ട്. മനസ്സിലായി? അപ്പോ നമ്മള് ജീവാത്മാക്കളെ 700-750 കോടി ജീവാത്മാക്കളെ മാത്രം വെച്ചിട്ട് നമ്മൾ അത് അളക്കുമ്പോ ഡെഫിനറ്റായിട്ട് നമുക്ക് ഇതൊരു രൂപം കിട്ടില്ല. ആ രൂപം കിട്ടാത്തതിന്റെ കാരണത കോസ്മോസിന്റെ രൂപം തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇത്രയും സൂര്യന്മാരും ഇത്രയും മറ്റ് ഗ്രഹങ്ങളും ഇത്രയും ഗാലക്സികളും ഇത്രയും കോൺസ്റ്റലേഷനും ഒക്കെ ഉള്ള ഒരു പ്രപഞ്ചത്തിന്റെ ആ രൂപം പോലും നമ്മുടെ ഭാവനയിൽ വരുന്നില്ല. അപ്പോ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ പവറിന്റെ ആ പവറിനെ ഒന്ന് ആലോചിച്ച് നോക്കും. അതാ പറഞ്ഞേ, എൻഡ്ലെസ്. എന്തോ ആ ഇദ്ദേഹം ചോദിച്ചത് ഈ സന്യാസിമാരെ കാണുമ്പോൾ, എസ്പെഷ്യലി ആ ഗുഹയിലൊക്കെ വെച്ച് കണ്ട സന്യാസിമാരെയൊക്കെ, അപ്പൊ അവരായിട്ട് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിഷയങ്ങൾ അനുവദിച്ച കാര്യങ്ങൾ മാത്രമേ ഈ ബുക്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്തു. അനുവദിക്കാത്ത നിരവധി വിഷയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ചിലതൊന്നും തീരെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത നിഗൂഢമായ ചില മന്ത്രങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ അതില് ഈ ഗായത്രി മന്ത്രത്തിനെ കുറിച്ച് നേരത്തെ ഒരാള് ചോദിച്ച മാതിരി ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അവിടെ ദൂരീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെങ്കിലും വെളിപ്പെടുത്താവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് ഞാൻ കുറെയൊക്കെ വേറെ ഭാഗങ്ങളിലായിട്ട് മറ്റതിന് ശേഷമുള്ള ബുക്കുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 3ാമത്തെ ബുക്കിന്റെ അസ്തിത്വരസ്യന്തിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാതിരാജ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററുണ്ട്. ഒരു 120ഓളം പേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററില് ആ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ പലതും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 4ാമത്തെ ബുക്കിലും അത്തരത്തിലുള്ള അറിവുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാക്കി എന്ന യോഗിനി അമ്മയെ ഞാൻ കാണുന്ന ഒരു വിഷയമുണ്ട്. ഒരു സൂപ്പർ യോഗിനിയാണ്.
കാക്കി യോഗിനിയമ്മയായിട്ടുള്ള സംഭാഷണത്തിന്റെ ഇടയില് നിരവധി വിഷയങ്ങൾ അവർ പിന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ മാത്രമേ തടഞ്ഞിട്ടുള്ളൂ, എഴുതരുത് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുള്ളൂ. ഈ മാനസരസില് അപ്സരസുകൾ വരുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് ചോദിക്കട്ടെ. അപ്പൊ അവര് ആദ്യം പറഞ്ഞതിന് മറുപടി, ബെത്തൽഹാമില് തിരുപ്പനോയി ഉണ്ടായപ്പോ ക്രൈസ്റ്റിന്റെ ജനനം വന്നപ്പോ മാലാഖമാര് പ്രത്യക്ഷപ്പെട്ടു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. കിഴക്ക് നിന്നുള്ള സന്യാസിമാര്, കിഴക്ക് നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നുള്ളൂ ബൈബിളില്. കിഴക്ക് നിന്നുള്ള സന്യാസിമാരാണ് ശരിക്കും. ഇവര് ഇതിന് സാക്ഷ്യം വഹിക്കാൻ വന്നില്ല. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെന്നാണ് ബൈബിളിൽ പറയുന്നത്. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽപ്പെട്ട രാജാക്കന്മാരല്ലാന്ന് നമുക്ക് ഷുവറായിട്ട് മനസ്സിലാക്കും. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാര് എന്ന് അർത്ഥത്തിൽ അവരിൽ എഴുതിയത്. കാരണം ഇവിടുത്തെ ഈ ബ്രിട്ടീഷന്മാരാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുപ്പിറവി സമയത്ത് മാലാഖമാര് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു അവിശ്വാസതയോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു കുറച്ച് കാണാനോ അതിനൊന്നും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുമാതിരി ഈ ദിവ്യജനനത്തോടനുബന്ധിച്ച് പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മള് ഇല്ല എന്ന് പറയുന്നില്ല, നമ്മളത് നിഷേധിക്കുന്നില്ല നമുക്ക്. കാരണം നമ്മളെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല. നേരെ മറിച്ച് മാനസരസിൽ അപ്സരസുകൾ വന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിപരീത അഭിപ്രായം രേഖപ്പെടുത്തുക ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികള് നൂറുകണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിംസുകളും എൻ്റെ ബുക്ക് വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അവരുടെ പരിതാപകരമായ ആ മതങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ഞെരുങ്ങി ഉണ്ടാവേണ്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പലരും കാണാൻ വന്നിട്ടുണ്ട്. കാരണം ഞാനിതില് ആ സനാതന ധർമ്മത്തിന്റെ ആർഷ സംസ്കാരത്തിന്റെ അതിനൊരു തരി പോലും ഞാൻ വ്യതിചലിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു മതത്തിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഖുറാനിലെ കോട്ടിങ്സ് അതിലുണ്ട്, ബൈബിളിലെ കോട്ടിങ്സ് ഉണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നമ്മുടെ വേദങ്ങളിൽ നിന്ന് പോയതാണ്. കാർൽ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിൽ വരെ ഭഗവത്ഗീതയ്ക്ക് തിയറി ഉണ്ട്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കലൊക്കെ അന്നേ കൃഷ്ണൻ അർജുനോട് പറഞ്ഞിരുന്നത്. അപ്പോ വെസ്റ്റേൺ റൈറ്റേഴ്സ് ഒരുപാട് വിഷയങ്ങള് നമ്മുടെ ആർഷകൃതികളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 1180 ഉപനിഷത്തുകൾ ഉണ്ടായിരുന്ന ഭാരതത്തില് ഇന്ന് വെറും 108 നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ. 1000 ചില്ലാനും ഉപനിഷത്തുകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. മനസ്സിലായി? അപ്പൊ അതുമാതിരി തന്നെ ഈ യോഗിനിയമ്മോട് ചോദിച്ച ചോദ്യത്തിൽ അപ്പൊ ഇവര് പറഞ്ഞ മറുപടി ഇതാണ്. അതായത് ആ കൺഫ്യൂഷൻ ഹിന്ദുക്കൾക്കേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. മാനസരസിൽ അപ്സരസുകൾ വരുന്നു, അവർ നീരാടുന്നു, അവർ കുളിച്ചു പോകുന്നു, പൗർണമി ദിവസം അവര് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതില് അവിശ്വസിക്കേണ്ടതായിട്ടുള്ള യാതൊരു ഘടകത്തിലില്ല. കാരണം അവരുടെ സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ ട്രാവലോഗിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു, ഗന്ധർവലോകത്തെ ഒരു ട്രാവലോഗിനെ കുറിച്ച്. ഈ ഗന്ധർവലോകത്തെ കന്യാകുമാർക്കൊക്കെ ഈ മാനസരസിലേക്ക് ഇറങ്ങി വരാൻ അത്ര ദൂരമൊന്നുമില്ല. ഗംഗോത്രി ഗ്ലേഷ്യറിന്റെ ഒരു ഭാഗത്താണ് ഈ തടാകം പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മാനസരസ്. അപ്പൊ ആ തലത്തുനിന്ന് പൗർണമി ദിവസം ഇറങ്ങി വരാനും ഭൂമിയിൽ വന്ന് കുളിച്ച് നീരാടി പോകാനും ഇവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ കാക്കിയമ്മ എന്നോട് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഞാൻ വിശ്വാസമില്ലാത്ത രീതിയിലുള്ള അല്ല ഞാൻ പറഞ്ഞത്. ഈ ബുദ്ധ മതത്തിന്റെ മൊണാസ്ട്രികള് സന്ധിക്ക് തന്നെ വാതിലുകളൊക്കെ അടച്ച് ഭദ്രാക്കി ചില ടൈപ്പൊക്കെ ഒട്ടിച്ച് അവര് ഭദ്രാക്കുന്നു. അവിടുത്തെ ഗ്രാമീണരും അവിടുത്തെ കാട്ടുവർഗക്കാരും ഇവരൊക്കെ പറയുന്ന വിഷയം അവരങ്ങ് നോക്കാനെങ്കിൽ അവിടെ ശബ്ദങ്ങളിൽ നിന്ന് കോലാഹലങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ കാക്കിയോട് ഇത് ചോദിക്കാനുള്ള കാരണം. അപ്പൊ അതില് അവർ പറഞ്ഞ അതൊന്നൊരു വിഷയമല്ല, ഒരു സിമ്പിൾ
മാറ്ററാണത്. മനസരസിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വേറെ വിഷയങ്ങൾ, അത് ഈ സന്യാസിമാരെ ഗുഹയിൽ സംസാരിച്ചതിൽ പറയാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളത്, ഈ മനസരസിൽ കുളി പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട ഒരു ഏരിയയിലാണ് സാധാരണഗതിയിൽ തീർത്ഥാടകർ കുളിക്കുക. ഇതിന്റെ ബാക്ക് വാട്ടേഴ്സ് മാതിരി തള്ളി നിൽക്കുന്നൊരു ഭാഗമാണ് അവിടെയാണ് ക്യാമ്പൊക്കെ. അപ്പൊ അവിടെ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ നമ്മുടെ ഗൈഡും ലൈസൻസ് ഓഫീസർമാരൊക്കെ മുന്നറിയിപ്പ് നൽകും. അത് ഞങ്ങളിങ്ങനെ നടന്ന് പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് 3-4 ബുദ്ധ സന്യാസിമാർ കുളിക്കുന്നു. അത് ഞങ്ങൾ നോക്കി നിന്നു. അപ്പം ഈ ഭാഗത്ത് വരുമ്പോൾ മനസരസിന്റെ ലാൻഡ്സ്കേപ്പ് അത്രയും മനോഹരമായൊരു ഷേപ്പ്, ഒരു ചന്ദ്രക്കല പോലെ ഇതിങ്ങനെ വളഞ്ഞു കിടക്കണം. നടന്നാലും തീരാത്ത മതി, ക്രിസ്റ്റൽ ഇതിങ്ങനെ നീലം കലക്കി ഒഴിച്ച മാതിരിയുള്ള വെള്ളം. ഈ നിലത്ത് മുഴുവനും ഈ പെബിൾസ്, വർണ്ണക്കല്ലുകൾ പതിച്ച് ജലത്തിലൊക്കെ കാണാം നമുക്ക്. ഇതൊന്നും ആരും കൊണ്ടുപോയി പതിച്ചു വെച്ചതോ അങ്ങനെ ആക്കിയതോ അല്ലാതെ ഏതോ യുഗങ്ങളില് അന്ന് പാർവതീദേവി സുബ്രഹ്മണ്യ സ്വാമി മകനെ കുളിപ്പിക്കുമ്പോൾ ഇവിടെ നിന്ന് കൈലാസന്റെ ശൃംഗം കാണാം. 90-92 കിലോമീറ്റർ ദൂരെ കൈലാസന്റെ ഒരു പൊട്ട് കാണാം. അപ്പൊ ഈ കടവിലാണ് സുബ്രഹ്മണ്യനെ കുളിപ്പിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ ഇങ്ങനെ കിടക്കണമെന്ന് നമ്മൾ വിസ്മയിച്ചു പോകും. ഒരു ഭൂമിക്ക് ഇങ്ങനൊരു ഷേപ്പ് വരാൻ പറ്റുമെന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും. അപ്പൊ അങ്ങനെ ഈ കുളിച്ച് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്കും കുളിക്കാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ഇറങ്ങുന്നു. ഇറങ്ങിയപ്പോ അങ്ങനെ പോകുന്നു. ഈ നെഞ്ഞ് വരെ വെള്ളമായിപ്പോ എനിക്ക് തോന്നി ഞാനിങ്ങനെ ബൗൺസ് ചെയ്യുന്ന എൻ്റെ കാര്യം ഒഴുക്കുണ്ട്, ചവിട്ട് ഉറക്കുന്നില്ല. അപ്പൊ ഞാൻ തള്ളവരൽ അമർത്തി പിടിച്ച് ചവിട്ടുണ്ട്, അപ്പോഴും ഒഴുക്കുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചൈനീസ് ഗൈഡ് പറഞ്ഞിരുന്നു തടാകത്തില് ചതുപ്പുണ്ട്, ചതിക്കുഴിയുണ്ട്, അതിൽ ചവിട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ താന്നു പോകും. പക്ഷെ ഇവിടെ താന്നു പോകുന്നില്ല, ചവിട്ടുതോറും ഞാൻ വഴുക്കാണ്. അപ്പോഴൊക്കെ ഞാൻ നഖം അമർത്തി പിടിച്ച് ചവിട്ടുന്നുണ്ട്. അങ്ങനെ ചെസ്റ്റ് വരെ എത്തിപ്പോ അപ്പൊ എന്റെ തൊട്ട് പിന്നിൽ കൂട്ടുകാരുണ്ട്. ഒരു ഡൈവിംഗ് ബോർഡിൽ നിന്ന് 12 മൈലി ഒരു പന്തില് പെട്ടെന്നൊരു ആളല് എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ നല്ല ഹൈറ്റിൽ പൊന്തി. അപ്പൊ എന്റെ പിന്നിൽ നിന്നുള്ള എന്താ സംഭവിക്കുന്നത് ഹിന്ദിയിൽ ചോദിച്ചാണ്. അപ്പോഴേക്കും അതേമാതിരി തന്നെ താഴോട്ട് വന്നു. പിന്നാക്കം നടന്ന് കയറി ഞാൻ മുങ്ങി പെട്ടെന്ന് കരയ്ക്ക് കയറലൊക്കെ നിമിഷം നേരം കൊണ്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അതേവരെയുള്ള എൻ്റെ പഠനം, അതിന്റെ ഗുരുനാഥന്റെ അടുത്ത് പഠനം ഉണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കാൻ പോയിരുന്നു. ഗുരുകുല ഈ ഗുരുവിനെ ഈ പരമ്പരമാരി പഠിപ്പിക്കുന്ന മാതിരി ഗുരുകുല വിദ്യാഭ്യാസമാരിയാണ്. അങ്ങനെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടില്ല. കൂടെ ഒക്കെ ഈ പഠനപ്രായം കഴിഞ്ഞ ആൾക്കാരുകൾ പറഞ്ഞു അങ്ങനെ ഒരു ബാച്ച 20 ആളുള്ളൂ. അതിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാരുണ്ട്, ആയുർവേദ ഡോക്ടർമാരുണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ട്. അതിലൊരാളാണ് ഞാൻ. ഇടയ്ക്ക് തലേ ദിവസമൊക്കെ എടുത്ത ക്ലാസ്സുകളോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഈ ശ്ലോകങ്ങൾ ഒരൊറ്റ ശ്ലോകം ഒരു വരി പോലും കാണാൻ പാടില്ല, എനിക്കറിയില്ല. അപ്പോൾ മാഷ് പറയും സംസ്കൃതം ശ്ലോകം പഠിക്കണം, ശ്ലോകം പഠിച്ചല്ലാണ്ട് ഒരു തരി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എത്രയൊക്കെ അഭ്യാസം വീട്ടിൽ വന്നിരുന്ന് നോക്കിയിട്ടും എനിക്ക് ഈ ശ്ലോകം വൈകാതെ വരുന്നില്ല. നമ്മ പഠനം തന്നെ ഒരു സന്നിഗ്ധ ഘട്ടം ആവേണ്ട ഒരു സമയമായി. എന്നും ചോദ്യം ചോദിക്കണം. കോളേജിലൊക്കെ കുറെ അനുഭവിച്ചത് ദിവസേന ചോദ്യം ചോദിക്കുമ്പോ ഇടയ്ക്കൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ടീച്ചേഴ്സിന് നോട്ടപ്പുള്ളിയാവില്ല പതിവുണ്ടല്ലോ. അപ്പൊ അതേമാതിരി ഒരു ദിവസം പോലും ഒരു ശ്ലോകം പോലും ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ
ഈ പഠനം ഉപേക്ഷിക്കുന്ന ഒരു സമയത്ത് ആവുമ്പോൾ തോന്നി. ഈ സമയത്ത് തന്നെ എനിക്ക് കൈലാസ് മനസ്സിലായ യാത്ര കിട്ടണം. അപ്പൊ പഠനമൊക്കെ കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്, നോട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും കാര്യമായിട്ടുള്ള ഈ ബൈഹാർട്ട് കിട്ടേണ്ട ഒരു വിഷയമൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ ഈ കുളി കഴിഞ്ഞ് തോർത്തി ഞങ്ങള് യാത്ര തുടരുകയാണ്. അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം ഒക്കെ യാത്ര വേണം നടന്നത്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങി നടന്നു ഇവനിലാകെ എന്തൊരു മൊത്തം ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി എന്തോ ഒരു തരത്തിലുള്ള ഒരു എനർജി പ്രവാഹം. അപ്പൊ അത് അന്ന് എനിക്ക് ക്രിയായോഗം അറിയില്ല, മറ്റേ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ യോഗികളുണ്ടോ അതുപോലും എനിക്കറിയില്ല. ഞാൻ നടക്കുമ്പോ ഈ പഠിച്ച ഈ വേദമന്ത്രങ്ങള്, കുമാരസംഭവം, രഘുവംശവും ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ ഈ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ 4 പേരുടെ നടത്താൻ ഒന്നിച്ചൊന്നല്ല, ഒരാൾ മുമ്പ് നടക്കും, ഒരാൾ പിന്നാലെ നടക്കും, അങ്ങനെയാണ് തന്നെ നടക്കുന്നത്. ഞാൻ നടക്കുമ്പോ മുഴുവനും കുമാരസംഭവം, രഘുവംശം, ഇപ്പൊ ഇതൊക്കെ എനിക്കറിയാമെന്ന്, അതൊക്കെ ഞാൻ ചെല്ലുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വിസ്മയപ്പെടുന്നുണ്ട്. ഇതെനിക്കറിയാം, ഇതറിയാലോ, ഇതറിയാലോ. അപ്പൊ ഇനി അടുത്ത സർഗം അറിയും, അടുത്ത സർഗം നോക്കുമ്പോ അതും അറിയാം. ഇങ്ങനെ ഏതാണ്ട് പകുതി വഴിയൊക്കെ കഴിഞ്ഞപ്പോ അന്ന് വൈകുന്നേരം ആവുന്നത് ഒരു കാര്യം എനിക്ക് ബോധ്യ, എന്തോ ഒരു ചേഞ്ച് എങ്കിലും ഉണ്ടായിരുന്നു. ഷുവർ അത് കുളി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ കുളിക്കുമ്പോ ഉണ്ടായ എന്തോ ഒരു വസ്തുതയാണ് എന്റെ ഈ മാറ്റത്തിന് ഹേതു. കുളിക്കുമ്പോ ഉണ്ടായ വസ്തുത ഈ ഒഴുക്കുന്ന പ്രതലത്തിൽ ചവിട്ടിയ സംഭവമാണ്. അപ്പൊ അതെന്തായിരിക്കും? അതൊരു ചതുപ്പാവാം. ചതുപ്പിലെങ്ങനെ പൊന്നണേ? ചിലപ്പോ ചതുപ്പില് വായു അക്യുമുലേറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ സമാധാനിച്ച് അന്ന് വൈകുന്നേരത്തെ ക്യാമ്പിലെത്തി കുളി കഴിഞ്ഞ് പൂജയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് ദൂരെ കൂടെ യാക്കിനെ മേടിച്ചുകൊണ്ട് ഈ മലവർഗക്കാരിങ്ങനെ പോകുന്നുണ്ട്. ഒരു 2-3 ആളുണ്ട്. ഒരു പറ്റം യാക്കുണ്ട്. അപ്പൊ ഞാൻ ഈ ചൈനീസ് ഗൈഡിനോട് പറഞ്ഞു, അവരൊന്ന് വിളിക്കുക, നമുക്ക് എന്തെങ്കിലും മാനസരസിനെ കുറിച്ച് ചോദിച്ചറിയാം. അപ്പൊ ഇയാൾ പോയിട്ട് ആ ബസ് ഡ്രൈവർ ഈ ലോക്കലാണ്, ഞങ്ങളുടെ ട്രക്കിന്റെ ഡ്രൈവർ, അയാളെ പറഞ്ഞു. അയാൾ പോയിട്ട് വിളിച്ചു. അവർ 2 പേര് വന്നു. ഇവരിങ്ങനെ ഈ മൂക്കൊക്കെ തുളച്ചിട്ട് ഒരു തരാഭരണം കയ്യില് അവിടെ അവിടെ കൂട്ടിയൊക്കെ ചില വിളിച്ച് ആകെ ഒരു കാട്ടുവർഗക്കാരൻ തന്നെയാണ് ഷേപ്പ്. അപ്പൊ ഞാൻ 2 ആൾക്കും 5 യുവാൻ ദക്ഷിണമായി കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്റെ ആവശ്യം ഞാൻ ഈ തിബറ്റൻ നമ്മുടെ ഗൈഡ് വഴി അഭ്യർത്ഥിച്ചത് ഇങ്ങനെയാണ്, ഈ മാനസരസിന് എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള അനുഭവം, അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തെങ്കിലും? അത് ഒന്ന് കേൾക്കണം. ഈ വിഷയം ഇവർ അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അവര് 2 പേരും കൂടി അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരുത്തൻ ഈ ട്രക്ക് ഡ്രൈവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, കണ്ണു ഭൂമിക്കുന്നുണ്ട്, ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇയാളിത് നമ്മുടെ ചൈനീസ് ഗൈഡിന് പറഞ്ഞു കൊടുത്ത് അയാളത് എനിക്ക് തർജ്ജമ ചെയ്തു തന്നത് പൗർണമി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവര് തടാകത്തിലേക്ക് ഈ മഞ്ഞുമലകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി കിടക്കുന്ന തുരങ്കങ്ങളൊക്കെ ഉണ്ട് തടാകത്തില്. അവിടെ ഈ ഫിഷിംഗ്, മീൻ പിടിക്കാൻ പോവാ. അപ്പൊ ഈ 4 കിലോ 5 കിലോ ഒക്കെ വരെയുള്ള തരം മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് പോണത് ഒരു 20-25 അടിയോളം ഉയരമുള്ളൊരു കുന്നിന്റെ വീടിന്റെ മുകളിൽ കൂടെ പോകണം. താഴെ തടാകം, ഒരു സമുദ്രമാരി കിടക്കുന്നു. ഇവര് ചൂണ്ടലും അതിന്റെ പോലെ സാധനങ്ങളൊക്കെ ഒട്ടി ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നത്. അപ്പോ യാദൃശ്യവശാ ഒരുത്തൻ താഴോട്ട് നോക്കിയപ്പോ ഒരു 20 അടി താഴെ ഈ സമുദ്രമാരിയ തടാകങ്ങളുണ്ട്. ഇതിലിങ്ങനെ സപ്തവർണ്ണങ്ങളുടെ ഒരു നിറം വെള്ളത്തിൽ.
കാണുന്നുണ്ട്. അപ്പൊ ഇവര് ഈ അന്തരീക്ഷത്തിന്റെ പല വിസ്മയങ്ങളും തടാകത്തിൽ ഉണ്ടാവുന്നതൊക്കെ ഇവർക്കറിയാം. അതൊക്കെ ശ്രദ്ധിച്ച് ഇവരിങ്ങനെ നടന്നിട്ട് ഈ മേട് ഇങ്ങനെ തിരിയുന്ന ഒരു ഭാഗത്തുള്ള ഈ കുന്ന്, ആ ഭാഗത്ത് വന്നപ്പോ ഈ സപ്തവർണ്ണങ്ങളുടെ ഷെയ്ഡിന്റെ അടിഭാഗം പൊന്തി വരികയുണ്ട്. അതൊരു ഒരു പാമ്പിന്റെ വയറ് വരിക അത്രയും ഭാഗം. അപ്പൊ ഒരു 1/2 കിലോമീറ്ററോളം ഇവര് നടന്നുണ്ട്. അത്രയും ദൂരത്തിൽ മുഴുവൻ ഈ സപ്തവർണ്ണങ്ങളുടെ ഇതുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഈ സപ്തവർണ്ണങ്ങള് അതിന്റെ ചെതമ്പലുമായിരിക്കും അടിഭാഗം ഒരു ശ്രേഷ്ഠനാഗത്തിന്റെ വയറുമായിരിയെ കാണും. ഇത് കണ്ടൊഴുകി ഇവർ നിന്നു. നിന്നിട്ട് ഇവരുടെ ഭാഷയിൽ ഇവര് സംസാരിച്ചു. ഇത്രയും നീളത്തിൽ ഇത് നമ്മൾ കണ്ടല്ലോ, അപ്പൊ അത് ഇത്രയും വരെ ഇത് നീണ്ടു ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു 50 അടി അകലെ എന്തോ ഒരു സാധനം പൊന്തുന്ന, വായുവിലേക്ക് പൊന്തുന്ന ഒരു ശബ്ദം ഇവർ കേൾക്കുന്നു. നോക്കുമ്പോ ആകെ പരന്നു നിൽക്കുന്ന എന്തോ ഒരു സാധനം കാണുന്നു. കണ്ണു മഞ്ഞളിക്കുന്നു. അതങ്ങനെ അപാരമായി എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കി ഇത് ജലത്തിൽ പതിക്കുന്നു. ഇവരുടെ ബോധം പിന്നെ ഇവർക്കൊന്നും ഓർമ്മയില്ല. പിറ്റേ ദിവസം കാലത്ത് നല്ലോണം വെയില് കുതിച്ചിട്ടാണ് ഇവര് ബോധം വരുന്നത്. ബോധം വന്ന് നോക്കുമ്പോൾ മനസ്സരസ് കഴിഞ്ഞ ദിവസം കണ്ട ആ സുന്ദരമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞത്. ഈ മേടുകളുടെ സൈഡൊക്കെ ഇടിഞ്ഞ് കലങ്ങി, ജലം മുഴുവനും കലങ്ങി മറിഞ്ഞിട്ടാണ്. ഈ സൈഡുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഈ കാട്ടുവള്ളക്കാർ. അപ്പൊ ഞാൻ ഇങ്ങനെ അത് പെൻസിൽ ചെയ്ത് നോക്കിയപ്പോ അപ്പൊ അവര് പറഞ്ഞു നിർത്തിയ ഒരു സംഭവം, അതില് ഈ സാന്നിധ്യമൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതാണ് അവരുടെ അവസാനത്തെ വചനം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, ദൈവമേ, ഞാൻ ഈ ചവിട്ടിയത് ഇങ്ങനെയാവോ? ഒരു പക്ഷേ ഈ പാർവതീദേവി മകനെ കുളിപ്പിക്കാൻ കൊടുക്കുന്ന സ്ഥലത്ത് ചെങ്ങായി ഒരു വിസിറ്റിന് വന്നിട്ടുണ്ടാവോ ചിലപ്പോ. എനിക്ക് ഒരു പകുതി വിശ്വാസത്തിലാണ് ഞാൻ ചിന്തിച്ചത്. എന്തായാലും ഈ വിശ്വാസം കൊണ്ടാണ് ഞങ്ങള് കൈലാസത്തിന്റെ ഈ ബേസ് ക്യാമ്പിലെത്തുന്നത്, ദർശനം. അപ്പൊ അന്നത്തെ ആ ക്ലൈമറ്റില് ഒരു ലൈസൺ ഓഫീസറും ടീമിനെ പുറത്തേക്ക് വിടില്ല. കാരണം അങ്ങനെ വീശടിക്കുന്ന മഞ്ഞുകാറ്റ്, മഴ, തണുപ്പിങ്ങനെ 10, 14, 15 ആയി. അങ്ങനെ പക്ഷെ ഞങ്ങളുടെ ലൈസൺ ഓഫീസർ ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നു. ഞങ്ങൾ പോകുന്നു, നടന്ന് ആദ്യത്തെ ക്യാമ്പിലെത്തുന്നു. അവിടെ പാകത്തിന് ഒരു ബുദ്ധലാമ കാണുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ അമ്പ്യാങ്ങു ഇതിന്റെ മുകളിൽ കയറുന്നു. കൈലാസത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് ഈ വിസ്മയം കാണുന്നു. ഇതിന്റെ നിറം മാറ്റം നേരിൽ കാണുന്നു. ഈ കൈലാസിന്റെ ഗോൾഡൻ കളറിലുള്ള ചിത്രമൊക്കെ എന്റെ ക്യാമറയിലാണ് ആദ്യം കിട്ടിയത്. അവരുടെ ചൈനീസ് ഇൻഫർമേഷൻ വകുപ്പുകാർക്ക് പോലും ആ പടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തനി ബ്ലാക്ക്, തനി ശിവലിംഗം ഇങ്ങനെ പിന്നെ അതിന്റെ മുകളിൽ ധാരാപ്രവാഹം, ഇതൊക്കെ കാണുന്നു. തിരിച്ച് വന്നൊരു ഉത്തമ മുഹൂർത്തമുള്ള ഒരു ദിവസമാണെന്ന് ഈ ബുദ്ധ മണാസ്കി പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് താഴെ വരുന്നു. അന്ന് രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് ആ മഞ്ഞുഭൂമിയുടെ വിസ്മയത്തിൽ കൈലാസം നിൽക്കുന്നത് കറക്റ്റൊരു ത്രികോണമായി. ആ മറ്റു ഷേപ്പൊക്കെ പോയി. നക്ഷത്രങ്ങൾ നമ്മളൊന്നും ഭൂമിയിലെ എവിടെ നമ്മൾ ആകാശത്ത് നിന്ന് കാണാത്ത മാതിരിയുള്ള ഈ വല്ല ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഈ നക്ഷത്രങ്ങളും സാധനങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ലാസ്റ്റ് സോൺസർബു ക്യാമ്പിലേക്ക് പോവാണ്. അവിടെ കൂട്ടുകാരൊക്കെ കുറെ പിന്നിലായി. അപ്പൊ ഞാൻ കുറെ ഡേഴ്സായി. പിണ്ടോൾമ ചുരം കയറി ആ സംഗീത ഘട്ടമൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്ന് നിലത്ത് വന്ന് അപ്പോഴാണ് ആ മഴ തുടങ്ങുന്നത്. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഇടിമിന്നലും മഴയും. ഇതിന്റെ ഇടയിൽ നമ്മുടെ പോർട്ടർ നമുക്ക് മുന്നേ പോയി കഴിഞ്ഞ ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നെ വിസ്മയിപ്പിച്ചൊരു സംബന്ധിച്ച് ഞാൻ നടന്നു വന്നിരുന്ന മുഴുവനും അത്ര കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന പർവ്വതങ്ങളാണ്. ഇതൊക്കെ കരിക്കൽ ശൈലങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മോൾ ഭാഗത്ത് മാത്രമേ മഞ്ഞുള്ളൂ.
ഇത് മുഴുവനും ഒരു ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച പോലെ തകർന്നു നിൽക്കുക. തകർന്ന് വീണ്ടില്ല, വീണ് കിടക്കുന്ന ഭാഗം വേറെ ഭാഗത്തുണ്ട്. ദശലക്ഷക്കണക്കിനിട്ട കല്ലുകൾ ഇളകി മുറിഞ്ഞു കിടക്കുന്നത് അത് വേറെ ഭാഗത്തുണ്ട്. ഇത് ഈ ഒരു ഭാഗം മുഴുവൻ ക്രാക്കായിട്ട് നിൽക്കുക. ഒരു ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ കല്ലുകൾ പൊട്ടി നിൽക്കുന്ന മാതിരി വീണിട്ടില്ല, വിട്ട് നിൽക്കുക, ഒക്കെ വിട്ട് നിൽക്കുക. അപ്പോ ഇത് ശിവതാണ്ഡവം ശരിയായ രീതിയിൽ നടന്ന ഒരു കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതിന്റെ തെളിവുകൾ മാതിരിയാണ് ഇതൊക്കെ അവിടെ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അപ്പോഴേക്കും മഴ ശക്തി പ്രാപിക്കുന്നു, ആകെ വെള്ളമാവുന്നു, അരക്കെട്ട് വരെ മരവിക്കുന്നു. ഇതൊക്കെ സംഭവിച്ച് അവസാനത്ത് മഞ്ഞുഭൂമിയിൽ വീണ് പോവും എന്നുള്ളൊരവസ്ഥയിൽ എത്തുന്നു. അപ്പോഴാണ് ഇപ്പൊ ആ വീട് അത്രയും ദൂരത്തിലൊരു ലൈറ്റ് കാണുന്നത്. അതിന് ഞാൻ അങ്ങോട്ട് കാലൊന്നും ചലിക്കുന്നില്ല, എങ്ങനെയൊക്കെയോ നിറങ്ങിയും ആക്കിയും അവിടെ എത്തി. ഇത്ര അകലൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി വൺ ഫെലോ സിറ്റിംഗ്, ഒരാളോടെ ഇരിക്കുന്നു, ആകെ മൂടി പോയി ഒരു കമ്പറാന്തരമായ സാധനമാണ് ഞാൻ എത്തിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നത് ഒരു പഴയ കരിങ്കല്ലിന്റെ ഒരു കെട്ടിടമാണ്, അത് ഒറ്റനില. അതിനൊരു ചെറിയൊരു വരാന്തയുണ്ട്. അപ്പൊ ഇതുമാതിരി ഇത്ര ഹൈറ്റ് ഉണ്ട്. അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്റെ അരക്കെട്ട് വളയ്ക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ മലർന്നടിച്ചൊരു വീഴ്ച വീണ് കിടന്നപ്പോ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പൊക്കിയെടുത്തു. അപ്പൊ പൊക്കിയെടുത്തപ്പോ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ഒരു 6 ലെയർ കമ്പിളി വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരാൾക്ക്. ഒക്കെ നനഞ്ഞ് പിണ്ടിയായി വെയിറ്റ്. പിന്നെ എന്റെ അയന്മാരെ ചെറു കൊച്ചു മനുഷ്യനാണ്. പക്ഷെ ആളെന്റെ ഒരു പുഷ്പം എടുക്കുന്ന മാതിരി എടുത്ത് പൊന്തിച്ചു. ഈ ചെങ്കലിൽ ചാരി നിർത്തി ഇതൊക്കെ അഴിച്ച് നിക്കർ മാത്രം ഇട്ട് ഈ റൂമിൽ കൊണ്ടുപോയി. ഇതൊക്കെ എനിക്ക് ഓർമ്മിക്കുന്നതല്ലോ. അപ്പൊ ഈ കമ്പറാന്തലിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങോട്ട് മുഖം കാണുന്നുണ്ട്, അങ്ങനെ വരവുണ്ട് സൈഡുകളിലൊക്കെ. തന്നെയല്ല, 2 കാര്യങ്ങൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചത്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ കണ്ണ് ഈ രാത്രി പൂച്ചകളുടെ കണ്ണുമാതിരി പ്രകാശിച്ചിട്ടുണ്ട്. 2, എന്നെ മൂടി പതിപ്പിച്ച് ഒരു ചായ കുടിക്കുന്ന, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കട്ടൻ ചായ കുടിക്കുന്നൊക്കെ ഓർമ്മയുണ്ട്. അത് ഗ്ലാസ് അതിന്റെ പാത്രം കാലുമ്പിൽ വെച്ച് ഇതാക്കലൊക്കെ ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ കമ്പ്രാന്തലെടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. ഞാൻ മലന്ന് കിടക്കുമ്പോൾ കാണുന്നുണ്ട് എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെ ഒഴുകിപ്പോണം. നടക്കില്ല. മേ ബി ഒരു 10-18 മണിക്കൂർ നീണ്ടു നിന്ന സ്ട്രഗിളിങ്ങിന്റെ ഇടയിൽ വന്ന കാരണം തോന്നി വിഭ്രാന്തിയാവും എന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങിപ്പോണം. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്ക് നോക്കുമ്പോൾ ഈ നഖങ്ങളൊക്കെ നീല നിറം കറുപ്പൊക്കെ ആയിട്ട്. അപ്പൊ എനിക്കൊരു കപ്പ് ചായ, ഒരു ഗ്ലാസ് ചായ തന്നു കൊടുത്ത ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ, അയാളുടെ ഭാര്യ അവിടെ ഉണ്ട്. അപ്പൊ എന്റെ വിചാരം ഈ ഓൾഡ് മാൻ ഇവിടെ ഇതിന്റെ ഉള്ളിൽ വിടാ റൂമിലുണ്ടെന്നാണ്. അങ്ങനെ 10 മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ സംഘം ഒക്കെ തിരിച്ച് അവർ വരുന്നു. അതിന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇവർക്ക് ഈ ഓൾഡ് മാൻ ഒരു ജോഡി കമ്പിളി ഡ്രസ്സ് കൊടുക്കണം, പ്ലസ് ഒരു 50 യുവാൻ കാശ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ റൂമിൽ ഞാൻ യാത്ര പൂർത്തീകരിക്കാൻ പോവാ. പ്രദക്ഷിണം വാതിലുമ്പോ തട്ടി വയ്ക്കുമ്പോ എനിക്ക് കാലത്ത് ചായ തന്നവരാണ് വാതിൽ തുറന്നത്. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് നോക്കിയപ്പോ അവിടെ കമ്പിളിക്കെട്ടുകളും തീർത്ഥാടകർക്ക് കൊള്ളാനുള്ള അതൊക്കെയുള്ള റേഷൻ, കുറച്ച് പച്ചക്കറികളുള്ളൂ. അപ്പൊ ഞാൻ ആംഗ്യം, ഇവർക്ക് ഭാഷ അറിയുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഉയരം കുറഞ്ഞ് വേറെ ആളെന്നുള്ള നിലയ്ക്ക് ആംഗ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ ഞങ്ങൾ 2 ആൾ തന്നെ ഉള്ളൂ എന്നുള്ള സിഗ്നലുമായി. അപ്പൊ ഞാൻ കടന്നു നോക്കി, ആരുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രോബബ്ലി ഇയാള് ബേസ് ക്യാമ്പിലേക്ക് പോയിട്ടോ, നിങ്ങൾ വന്ന വഴി നേരെ ഇവരെ അന്വേഷിച്ച് പോയപ്പോ അങ്ങനെ പോയിട്ട് പോകണം. ഞാനങ്ങനെ ഈ സർക്കംബുലേഷൻ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. അങ്ങനെ അത് ആഹ്ലാദം ഒക്കെ പങ്കിട്ട് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അതിലിരിക്കുമ്പോൾ ഞാൻ ഈ ചൈനീസ് ഗൈഡ് അവിടെയുണ്ട്. അയാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വെർ ഇസ് ദാറ്റ് ഓൾഡ് മാൻ? ആ ഓൾഡ് മാൻ അവിടെ രാത്രി 1:45 മണിക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ആയ കാരണം ഞാൻ ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, യു ആർ മാഡ്, അങ്ങനെ ഒരാളില്ല. ചൈനീസ് ഗവൺമെന്റ് ഈ 2.5 മാസത്തേക്ക് വേണ്ടിയിട്ട്, കൈലാസ് മാനസരോവർ യാത്ര 2.5 മാസമാണ്, ഇതിനു വേണ്ടിയിട്ട് 2
പേരെ, ഒരു ദമ്പതിമാരെ അവിടെ കെയർ ടേക്കർമാരായിട്ട് വയ്ക്കും. ഈ 2 ക്യാമ്പും ഇവർ ഈ 2.5 മാസം അവിടെ താമസിക്കും. രാത്രി തടവ് വരുമ്പോൾ ഇവർക്ക് കമ്പി കൊടുക്കുക, അവർക്ക് വലിയ ഫുഡ് ഉണ്ടാക്കാനുള്ള സ്റ്റൗവൊക്കെ കൊടുക്കുക. ഇവര് പോയി കഴിഞ്ഞാൽ കുറേശ്ശെ വെയിലൊക്കെ ഈ കമ്പിളിയൊക്കെ ഉണക്കി അവിടെ വെക്കുക. തന്നെ അവർ കൊണ്ടുവരുന്നത് ഇവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള റേഷൻ സാധനമൊക്കെ തീർത്ഥാടകരുടെ കൂടെ പോകുന്ന പോട്ടർമാരായിട്ട് കൊടുക്കുക. അല്ലാണ്ട് നീ പറഞ്ഞ മാതിരി രാത്രി 2 മണി 1:45 2 മണി നേരത്ത് നീ വരണം നോക്കിയിട്ട് അവിടെ കാത്ത് തിരിക്കാനൊന്നും ഒരാളും അവിടെ ഇല്ല. 6 മണിയായാൽ മഞ്ഞ് വീഴ്ച തുടങ്ങും. അപ്പൊ ഈ കമ്പരാന്തില് കെട്ടിയിടുന്നതിന്റെ അടയാളത്തിനാണ് അവരവിടെ കിടന്നു. അങ്ങനെ നീ വരണം നോക്കിയിട്ട് അവിടെ 1:45 മണി നേരത്ത് ഒരാൾ കാത്തിരിക്കാം. ഇമ്പോസിബിൾ, അതിനൊരു കാര്യമില്ല എന്നുള്ളത്. ബട്ട് ഐ വാസ് ഡബിൾ ഷുവർ ഈ സംഭവിച്ചത്. അതിന് ഞാൻ അതൊന്നും പറയാൻ ബാക്കിയുണ്ടാവില്ല. ബട്ട് ഇതൊക്കെ എന്റെ മനസ്സിൽ സംശയങ്ങൾ അക്യുമുലേറ്റ് ചെയ്യും. ഈ സംശയം ഞാൻ എന്റെ ലൈസൻസ് ഓഫീസർ IFS-കാരനോട് പറഞ്ഞു. അത് ഞങ്ങൾ ബസ്സിന്റെ തൊട്ട സീറ്റിലുണ്ട് മടക്കയാത്രയിൽ. എന്ന് പറഞ്ഞ് നമുക്ക് ഡൽഹി ചെന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ രാഷ്ട്രപതി ഭവനില് ഞങ്ങൾക്ക് സ്വീകരണമുണ്ട്. അതിന് ആമുഖം സ്വാഗതം പറയാനൊക്കെ ആയിട്ട് വന്നത് ഒരു ബംഗാളിയാണ്. ഒരു IAS റിട്ടയറാണ്, വളണ്ടറി റിട്ടയർ ചെയ്തതാണ്. ഇന്ത്യയുടെ അടുത്ത് നമ്മുടെ ലൈസൻസ് ഓഫീസിൽ ഞാനും കൂടിയിട്ട് ഈ വിഷയം പറഞ്ഞു. ഇതൊരു അനുഭവം ഉണ്ടായി. അപ്പൊ ആള് പറഞ്ഞു അതിലും വലിയ അനുഭവം ഞാൻ ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, ഞാനത് പറയാമെന്നാണ് ആമുഖത്തിൽ. ഇദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഈ ബംഗാളി IAS ഈശ്വര വിശ്വാസമില്ലായിരുന്നു, ചെറുപ്പം മുതലേ അല്ല. ഒരു ശക്തി ഉണ്ട്, പ്രകൃതിശക്തി ഉണ്ട് എന്നൊക്കെ ഒരു വിശ്വാസമല്ലാതെ ബാക്കി മുഴുവൻ ഒരു കാറ്റഗറിക്കലി ഡിനൈ ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ കൈലാസ് മാനസരോവർ യാത്രയുടെ ലൈസൻസ് ഓഫീസറായിട്ട് അദ്ദേഹം വന്നത് തന്നെ ഈ പ്രകൃതി ഭംഗി കാണാനും ഈ പർവ്വത മൗണ്ടൻ എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കാനാണ് വന്നത്. ഈ ക്യാമ്പുകളിലൊക്കെ വേദമന്ത്രങ്ങളും പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം പോലും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഇവര് വന്നു, ദർശനിൽ വന്നു. കാലാവസ്ഥ മോശമായിരുന്നു. ഒരു 5 പേര് കൂടിയിട്ട് അടുത്ത ക്യാമ്പ് വരെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ യാക്കിന്റെ പുറത്ത് ഇവര് പറഞ്ഞ കേൾക്കാറല്ലേ. അപ്പൊ ഈ യാക്കിന്റെ പുറത്ത് ഇവര് ഈ ക്യാമ്പിലെത്തുന്നു. ക്യാമ്പിന്റെ മുറ്റത്ത് നിന്നിട്ട് ഇദ്ദേഹം ഈ പർവ്വതത്തിനെ കാണുന്നു. അപ്പൊ ഈ കൂടുതലുള്ളവരോടൊക്കെ പറയണത് നോക്ക്, ഇറ്റ്സ് ഓൺലി എ മൗണ്ടൻ. ഓഫ്കോഴ്സ് ഇതൊരു ആറ്റോമിക് റിയാക്ടറിന്റെ ചായ അത് ശരിയാണ്. ബട്ട് ഇതിന് വേറെ ഒന്നുമില്ല, ഇതിനൊരു പരിവേഷമൊന്നുമില്ല. ഇത് വെറുതെ അന്തായിട്ട് വെറുതെ ഓരോന്ന് എന്നൊക്കെ പറഞ്ഞ് കുറെ വർണ്ണാനൊക്കെ ഉണ്ടായി. അതിന് വൈകുന്നേരം ചാപ്പയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ മഞ്ഞ് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഇന്നോര് ഉറങ്ങിപ്പോയി. പിന്നെ ഇന്നോര് ഉണരുന്നത് ഈ ഡമരുവിന്റെ ശബ്ദം കണ്ടു. ശക്തിയായ രീതിയിൽ ഡമരു അടിക്കും പുറത്ത്. ഒരു സ്റ്റെപ്പ് ഡമരു അടിച്ചു കഴിഞ്ഞാൽ 1000 ചരക്കുകൾ ഒന്നിച്ച് ഒരു ശബ്ദം, ഒറ്റ പിന്നെ പോസ്. ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോ കുറച്ചേരം കേട്ടപ്പോൾ ഇവർക്ക് തോന്നി ഈ കൂടെ വന്ന തിബത്യൻ കൂലിക്കാര് ഈ ലിക്കർ അടിച്ചിട്ട് ഉറക്കം വരേണ്ട ഡബറൊക്കെ പൊട്ടിയിട്ട് സമയം കളയണമെന്ന് വിചാരിച്ചു. ഇവരെ ഒന്ന് ഫയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അവര് പുറത്ത് കൂടാനും കെട്ടിയിട്ട് അവരാണ് അവർ എത്തുന്നത്. അവരൊന്ന് ഫയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇരിക്കാൻ നോക്കിയത്. കിടക്കസഞ്ചിയിലാണ് കിടക്കുന്നത്, ഉള്ളില് കാലൊക്കെ നോക്കി വാരക്കെട്ട് താഴോട്ട് ചലനില്ല. അദ്ദേഹം പല വിധത്തിൽ കൈകള് ഫ്രീയാണ്. തട്ടി നോക്കി തപ്പി നോക്കി, ഒരു അനക്കമില്ല, ഒന്നും അറിയുന്നില്ല. ഇവിടുന്ന് താഴോട്ട് ഒന്നുമില്ല. പൊക്കാനോ വലിക്കാനോ കൈകൊണ്ട് പൊക്കാനോ ഒന്നിനും പറ്റുന്നില്ല. മരവിച്ച ഒരു മരത്തടി മാതിരി മാത്രം.
കുറെ നേരം അഭ്യാസവും കാര്യങ്ങളും ഒക്കെ നോക്കി പഠിച്ച് ഒരു രക്ഷയില്ലാന്നുണ്ട്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അരഭാഗം പോയി കഴിഞ്ഞിട്ട്. ഡയറി ബാഗിൽ നിന്ന് തപ്പി ഒരു കൈ കൊണ്ട് എടുത്ത് പേനയൊക്കെ എടുത്തിട്ട് ഈ പശ്ചാത്തലം ഇതിലെഴുതി. അവിശ്വാസിയായി ജീവിച്ചതിന്റെ ശിക്ഷ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി വെച്ചാണ്. പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി. 6 മണിക്ക് കൂട്ടുകാരെ ബാക്കി 4 പേര് ചായ ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടിട്ട് സ്ഥാപനം വിളിച്ച ആളോടൊന്ന് നോക്കി. ഉണർന്ന് പെട്ടെന്ന് ആ ബോധത്തിലേക്ക് വന്നപ്പോഴേക്കും ഇവരെ കണ്ടപ്പോൾ അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞാണ്. പറഞ്ഞു, എന്റെ ജീവിതം കഴിഞ്ഞു, അരക്കിട്ട് ചലനില്ല. നിങ്ങൾ എന്നെ ഓൾ ദ വേ ടു ഇന്ത്യ നിങ്ങൾ എടുത്തുകൊണ്ടോണ്ടി വരും, എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുക? അങ്ങനെ അപ്പൊ അവര് ചോദിച്ചു, സാബ് ഞങ്ങൾ തിരുമ്പി തരാം, മോയില് മറ്റേ മോയിന്റെ ലോഷം പുരട്ടാം, ബാമ്പ് പുരട്ടാം എന്നൊക്കെ പറഞ്ഞ് ആ വിദ്യകളൊക്കെ നോക്കി ഇവരനുഭവില്ല. അവസാനം പോയി എന്ത് പലതുണ്ട് പറഞ്ഞു, സാബ് അങ്ങ് കൈലാസാദിനെ എന്നെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കൂ. അപ്പൊ ആള് പറഞ്ഞു, ദാറ്റ് ഐ ഹാവ് ഡൺ ഇൻ ദ പ്രീവിയസ് നൈറ്റ്. ഞാനൊരു ഒരു ഉറക്കം വരുന്നവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്നാൽ സാബ് ഞങ്ങളെ പിടിക്കാം, കൈ പിടിക്കാം. സാബ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കും. കൈ പിടിച്ചു നോക്കി. ഹി വാസ് ഓക്കെ. അന്നേരം നടന്നു, അങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് നടന്നു, കാല് പൊക്കി, കാലിലാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ മിറ്റത്തേക്ക് ഇറങ്ങി ആ കൈലാസപർവ്വതത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് 1 അരമണിക്കൂറോളം കിടന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് യാത്ര നടന്നു. പിന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ IAS റിസൈൻ ചെയ്യാണ്. എന്നിട്ട് ഇയാൾ നല്ലൊരു വളരെ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാണ്, ഒരു ജമീന്ദാരി കുടുംബത്തിലേക്കാണ്. അങ്ങനെ ഈ ജോലി രാജിവെച്ച് കൈലാസ് മാനസരോവര സേവാ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് സംഘടനയുണ്ട്. അതിൽ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ സീസണിൽ ഡൽഹിയിൽ വരും. ഈ യാത്രികരെ യാത്രയ്ക്കാനും അവരുടെ ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള എല്ലാ ദേശങ്ങൾക്കുള്ളതൊക്കെ ചെയ്യും. ഇത് ഇദ്ദേഹം ഈ ഞങ്ങളുടെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു, മിസ്റ്റർ രാമചന്ദ്രനുണ്ടായ അനുഭവം ഈസ് നത്തിങ് ബട്ട് പ്യൂർലി ഫ്രം ലോർഡ് ശിവ. അപ്പൊ അദ്ദേഹം അത് എഴുതിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. ഞാൻ ഈ വിഷയം ഈ സന്യാസിമാരോട് പറഞ്ഞു. അപ്പൊ അന്ന് ഈ 2ാമത്തെ ബുക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, വെയിറ്റ്, നീ അതങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒരു പുതിയ റൈറ്ററാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഒരു ബുക്കല്ലേ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് അവിടെ ഇടയ്ക്കത്. അവരെന്റെ കയ്യിൽ തലയിൽ കൈ വയ്ക്കലൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞാൻ പിന്നീടാണ് അവിടെ നിന്നാണ് ബംഗാളി എന്നോട് പറഞ്ഞത്, മിസ്റ്റർ രാമചന്ദ്രൻ, you have to study a lot of things. ഒരുപാട് നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങള് വീട്ടിലിരുന്നൊന്നും ഹിമാലയത്തെ കുറിച്ച് അറിയില്ല. ഒരു കൈലാസ് മാനസരോവർ യാത്ര ചെയ്തുകൊണ്ടോ ഒരു ചതുർനാമ യാത്ര ചെയ്തുകൊണ്ടോ ഹിമാലയത്തിന് അറിയില്ല. നിങ്ങൾ walk into the deep Himalayas. You one meet the rishis. അവരെ കാണൂ, അതിനുള്ള ചെയ്യൂ, ക്രിയായോഗം അഭ്യസിക്കൂ. അതെന്തൊക്കെയായോ മനസ്സിലായോ? ക്രിയായോഗം എന്താണെന്ന് ഞാൻ ആദ്യം ഡിക്ഷണറി നോക്കിയ ആളാ. ഒരവസ്ഥയിലേക്ക് നോക്കണം. മനസ്സിലായി? അവിടെ നിന്നാണ് ഈ ഇത് കാണുന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഞാനാ പറഞ്ഞത് ഒരു ഷോർട്ട് പീരീഡിലൊന്നും നമുക്ക് പറഞ്ഞ ചെയ്യില്ല. നമുക്കൊരു 2 സെഷനൊക്കെ ഒന്നിച്ച് കിട്ടും. കാലത്ത് ഉച്ചയ്ക്ക് ഒരു ഈവനിങ് അങ്ങനെയൊക്കെ കിട്ടുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. കാക്കി പറഞ്ഞതും മറ്റു യോഗികൾ പറഞ്ഞതും എഴുതാൻ അനുവാദമില്ലാത്തത് പറയാൻ അനുവാദമുള്ളതും അങ്ങനെയായിട്ടുള്ള കുറേ വിഷയങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അപ്പോയിൻമെന്റിന്റെ സമയം
So I have to go. ഇന്നെന്തായാലും പോകണം. അത് കേദാർനാഥിലത്തെ ഒരു പ്രതിഭാസമാണ്. അത് ഇവിടുന്ന് പോകുന്ന പല തീർത്ഥാടകരോടും പറഞ്ഞ ഒരു സെറ്റായിട്ട് അത് കാണാൻ പറ്റില്ല. ഒരു സെറ്റ് അതെന്താ അതിന് പല ഘടകങ്ങളും ഒത്തുവരണം. മഞ്ഞുവീഴ്ച കുറച്ച് പറയണം. മഞ്ഞുകൊണ്ട് മൂടാൻ പാടില്ല. ആ തിങ്കളാഴ്ച പൗർണമിയിൽ നിൽക്കണമെങ്കിൽ അത് എനിക്കും അതിൽ കുറച്ച് ഞാനങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ നന്നായിട്ട് കൺഫേൺ ആയാലേ ഞാൻ എഴുതുന്നുള്ളൂ. ആ പർവ്വതങ്ങൾക്ക് അങ്ങനെ ഒരു രൂപം, ഒരു കാരിക്കേച്ചർ രൂപം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഴുവൻ പക്ഷെ അതല്ല, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ധർമ്മദേവൻ കൊണ്ടുപോയത് ആ ദിവസമാണ്. മനസ്സിലായി? അപ്പൊ ഹിമാലയത്തില് ഇതുമാതിരിയുള്ള നിരവധി പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട്. അപ്പം ഒരു സെറ്റിന് പിന്നീട് ഇത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഓരോ റേഞ്ചുകളിലും വ്യത്യസ്തമായിട്ടുള്ള നിരവധി അനുഭവങ്ങളുടെ കോമ്പിനേഷൻ ആണ് ഹിമാലയം. അപ്പൊ അല്ലാണ്ട് ഇവിടുന്ന് ഇപ്പൊ പലരും പോകുന്ന പോലെ ഒരു ചതുർഗാമ യാത്ര പോയി അല്ലെങ്കിൽ ഒരു കാഠ്മണ്ഡു വഴി കൈലാസിലേക്ക് പോയി പോകുന്നതുകൊണ്ടൊന്നും ഹിമാലയത്തെ കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പൊ അത് ലാസ്റ്റ് 12 കൊല്ലമായിട്ട് ഒരു കൊല്ലത്തിൽ 4-5 തവണ വെച്ച് യാത്രകൾ നടത്തിയിട്ട് പോലും എന്റെ യാത്രകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിലൊക്കെയുള്ളൊരു അത്ഭുത വിശേഷം എന്താ വെച്ചാൽ ഇന്ന് വരെ ഒരു കോറൽ പോലും, ഈ നഖം പോലും അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നെ നിർത്തിയില്ല. ദിവസങ്ങളോളം ഈ ഷൂവിൻ്റെ ഉള്ളിലെ ഗ്ലേഷ്യറിൽ കൂടെ നടക്കുമ്പോഴും അങ്ങനെ വരുമ്പോഴും ഒക്കെ സംഭവിക്കുന്നതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് പോലും ഒരു അപകടം, ആകെ എത്താൻ പറ്റാത്ത പോയ ഒരു ഡെസ്റ്റിനേഷൻ ഈ കിന്നർ കൈലാസിന്റെ മഹാപ്രദക്ഷിണ റൂട്ടാണ്. അത് പിന്നെ ഇസ് ബിയോണ്ട് മൈ കൺട്രോൾ. കാരണം അത് ഇന്റർ ടിബറ്റൻ ബോർഡർ പോലീസുകാർ കൂടി സഹകരിച്ചാൽ മാത്രമേ അതും ചെയ്യാൻ പറ്റൂ. അതിന് അവർ ആ മാർഗം അടച്ചിട്ടിരിക്കുക. അപ്പൊ അവിടെ പാർവതീദേവി ശപിച്ച് കല്ലുരൂപാക്കിയ ഒരു കലാകാരന്റെ ചരിത്രം ഞാൻ 4ാമത്തെ കൃതിയിൽ പറഞ്ഞു. ഇതൊക്കെ അവിടെ വൈഡ് സ്പ്രെഡായിട്ട് നടക്കുന്ന സംഭാഷണങ്ങളാണ്, അതൊക്കെ വർത്തമാനങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഈ പ്രഭാകര സിദ്ധികളെ കുറിച്ച് എത്ര അത്ഭുതങ്ങളാണ് ഇവിടെ ഈ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അദ്ദേഹമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയുന്നത്. മനസ്സിലായ? നിങ്ങൾക്ക് ബാക്കിയുള്ള അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവർക്ക് അത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇതിനുള്ള ഓരോന്നും അറിയാം. അപ്പൊ എന്തായാലും വെട്ടിക്കാവില് അപ്പൊ ഇവിടെ വരാനും ഈ മഹാക്ഷേത്ര സന്നിധിയില് നിങ്ങളോടൊപ്പം ഒരു 1.5 ദിവസത്തിൽ കൂടുതൽ നിങ്ങളോടൊപ്പം സന്തോഷമുണ്ട്.